ചേട്ടാ, ഞങ്ങൾ ഇവിടാണ് കിടക്കുന്നത്. ഇതാ ഈ ജനലിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇത് എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞ് വീഴാൻ ചാൻസാണ്. ഇത് ഞങ്ങളിവിടെ കിടന്നപ്പോൾ ഒരു തവണ ഇതുവഴി ഇഴജന്തുവൊക്കെ കയറി വന്ന് ഞങ്ങൾ ഇറങ്ങി ഓടിയോണ്ട് രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അത് ഞങ്ങളെ കൊത്തിയാൻ ആ അവസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കിടക്കാനായാലും ഇവിടെ ജീവിക്കാൻ തന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. കട്ടയൊക്കെ ഫുള്ള് പോയിരിക്കുക. ഇവിടെ മഴ പെയ്യുമ്പം ഇവിടെ നേരത്തെ പാളയൊക്കെ വെച്ചിട്ടായിരുന്നു ഇരിക്കുന്നത്. വെള്ളം ഫുള്ള് ഇങ്ങോട്ട് അകത്തോട്ടായിരുന്നു വീഴുന്നത്. ഞങ്ങളുടെ ദേഹത്തൊക്കെ ആയിരുന്നു വീഴുന്നത്. ഇവിടെ പാള വയ്ക്കുമ്പോൾ ഈ കട്ടയെല്ലാം ഇളകി ആ പാളയ്ക്കകത്തായിരുന്നു വീഴുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഫുള്ള് ചോരുമായിരുന്നു. ഈ ഷീറ്റ് തന്നെ പൊട്ടിയിട്ട് ഫുള്ള് ചോരുമായിരുന്നു. ഇപ്പോഴാണ് ഇതിനെ ഒന്ന് മാറ്റിയത്. അച്ഛൻ കിടക്കുന്ന റൂം തന്നെ ഇപ്പോൾ ചോരും. പാത്രമൊക്കെ വെച്ചിട്ട് അച്ഛൻ അവിടെ കിടക്കുന്നത്. ഞാനും അനിയത്തി ഇവിടെ കിടക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. ഭയങ്കര പേടിയാണ്. അനിയത്തി അപ്പോഴേ അച്ഛൻ്റെ അമ്മയായിട്ടും ചോദിക്കും നമുക്ക് ഇവിടുന്ന് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. എന്നാൽ ഇതെപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാൻ അങ്ങനെ ഇതിരിക്കുന്നത്. ഫുള്ളും പോയി, മൊത്തത്തിൽ പോയിരിക്കുക വീട്. ഈ അലമാരിയുടെ അവസ്ഥ, ഈ ഒരു അലമാര ഫുള്ള് പോയിരിക്കുക. ഈ കതവ് ഫുള്ള് ഇളകി വീണതാണ്. ഞങ്ങളിങ്ങനെ ഈ ഡോറ് വയ്ക്കുന്നത്, ഇത് എത്ര വെച്ചാലും ഇരിക്കത്തില്ല. ഇപ്പോഴും ഇത് ഇളകിയൊക്കെ പോവും. പലപ്പോഴും ഇതിനകത്ത് ഞങ്ങളിങ്ങോട്ട് നടന്നു പോകുമ്പോൾ തന്നെ ഇത് ഞങ്ങളുടെ ദേഹത്തൊക്കെ വീണിട്ടുണ്ട്. കതകും ഫുള്ള് പോയി. ഈ കതകും ഫ്രണ്ടിലത്തെ കതകും ഉൾപ്പെടെ പോയി. ഇതിങ്ങനെ വീഴാതെ ഇതിനെ ഇങ്ങനെ ഒത കൊടുത്ത് നിർത്തിയിരിക്കുക. ഇത് ഈ ഒരു ഒത കൊടുത്തിരിക്കുന്ന ഈ കമ്പ് തന്നെ ഫുള്ള് പോയി. ഇത് മാറ്റിയാൽ ഉറപ്പായിട്ടും ഇത് മേളിൽ നിന്നെല്ലാം താഴെ വീഴും. കഴിയുന്ന സാഹചര്യം സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം കഴിഞ്ഞ മാസം നമുക്ക് ചെക്കപ്പിന് പോകാൻ പോലും സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാർ വിളിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നറിഞ്ഞ് ചേട്ടൻ പൈസ ഇട്ട് തന്നിട്ടാണ് ഞങ്ങൾ ഈ ചെക്കപ്പിന് പോയത് തന്നെ. പിന്നെ ചേട്ടനായിരുന്നു വീട്ടിലെ ഏക ആശ്രയം. ചേട്ടൻ്റെ വരുമാനം കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞു പോയത്. 2019 തൊട്ട് ഇങ്ങനൊരു കിഡ്നി സംബന്ധമായ അസുഖത്തിൽ ഉണ്ടായത്. ശരിക്കും ഞങ്ങൾ അന്നേരം തളർന്നു പോയായിരുന്നു ചേട്ടൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന്. സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ചേട്ടൻ്റെ ഏക ആശ്രയത്തിൽ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് പോലും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാവരുടെയും സഹായത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിന് 100 നന്ദി പറയുന്നത്. എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഓരോ ദിവസവും ഞങ്ങളെ മുന്നോട്ട് കടത്തി വിടുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് 2 പെൺമക്കളാണ്. അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഇപ്പം അച്ഛനും അമ്മയും പ്രായമായവരാ, ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ ചേട്ടൻ ഇങ്ങനെ 4 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും ജോലിക്ക് പോകുന്നില്ല. അപ്പം ഞാനൊരു ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്നത്, അതുകൊണ്ടൊന്നും ആകത്തില്ല. 2019 മുതൽ ഞാൻ കിഡ്നി 2 ഫെയിലായ ഒരു പേഷ്യൻ്റായിട്ട് മാറിപ്പോയി. വീട്ടിലെ ഏക ആശ്രയം ഞാനായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഭാര്യയും 2 പിള്ളേരും ഉള്ളത്. ഈ 2019 മുതൽ ഈ ദേശവാസികളുടെയും എല്ലാവരായ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് ഞങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോയത്. ട്രാൻസ്പ്ലാന്റിന് വേണ്ടി 2 പ്രാവശ്യം നമ്മൾ ശ്രമിച്ചപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല. 2 പ്രാവശ്യം തലയ്ക്ക് ബ്ലീഡിങ് വന്നു. എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇത് വളരെ പരിതാപകരമാണ്. അതിലുപരി ഈ വീട് ജപ്തിയാണ്. ബാങ്കിൽ ഈ മാസം അവസാനം 2 ലക്ഷത്തി സംതിങ് രൂപയാണ് കടമുള്ളത്. എന്നിപ്പോൾ അവർ പറഞ്ഞത് ഒരു 75,000 രൂപയെങ്കിലും ഇപ്പോൾ അടച്ചിട്ട് കടാശ്വാസ കമ്മീഷൻ അപേക്ഷ കൊടുത്ത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പം നമ്മുടെ രോഗവിവരം കൂടെ കാണിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അവർ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ കാണിച്ച് വീടില്ല എന്നുള്ളത്, വീടിന് ഒരു ലൈഫിൻ്റെ ഒരു വീട് കിട്ടി, അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അതിലുപരി എനിക്കൊരു ദിവസം ഡയാലിസിന് പോയിട്ട് പറഞ്ഞെങ്കിൽ 1,500-2,000 രൂപ ചിലവ്. ഒരു മാസത്തിൽ 30,000 രൂപ കറക്റ്റായിട്ട് നമുക്ക് വേണം. വണ്ടിയുടെ ചാർജ്, ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസ, വീട്ടിലെ ചിലവെല്ലാം വൈഫിൻ്റെ ഒരു വരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി പേരോട് ഞങ്ങളുടെ സാഹചര്യങ്ങൾ പറഞ്ഞ്, ഞങ്ങളുടെ സ്ഥലം വാർഡ് മെമ്പറൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. പക്ഷേ ഒരു ദിവസം പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് എനിക്ക് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്.